ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന, എന്നാൽ കുറേ ദിവസം നമുക്ക് കേടൊന്നും കൂടാതെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അതിനായിട്ട് ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒഴിച്ചു കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ. ഞാനൊരു ഉച്ച സമയത്തൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയാണ്. അത് നന്നായി പിഴിഞ്ഞതിന് ശേഷം ദാ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു പാത്രത്തിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ദാ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-6 അച്ച് ശർക്കര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുളിയുടെ പുളിക്കനുസരിച്ചും ശർക്കരയുടെ മധുരത്തിനനുസരിച്ചും നമുക്ക് എത്രത്തോളം ഈ ഒരു കറിയിലേക്ക് മധുരം വേണം എന്നതിനനുസരിച്ചും ശർക്കരയുടെ അളവിൽ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും. ഞാൻ ഈ ചേർത്ത് കൊടുത്തത് ഒരു 5-6 ശർക്കര അച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടെ ഒരു 2 അച്ച് ശർക്കരയുടെയും കൂടി ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ. അത് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര ഇട്ട് കൊടുത്ത് അതിന് ശേഷം ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് വറ്റണം. ജസ്റ്റ് ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് നെടുകെ കട്ട് ചെയ്തിട്ടുള്ളതാണിത്. ഒരു 8-10 പച്ചമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളക് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം. അതിനായിട്ട് കുറച്ച് സമയം പിടിക്കും. പച്ചമുളക് വേവുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഈ പുളി വറ്റുക എന്നുള്ളതും കൂടി അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാ നമ്മുടെ പുളി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പച്ചമുളക് നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പ് പാകമായിരുന്നു, പക്ഷെ മധുരം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും 2 അച്ച് ശർക്കര, ഞാൻ മുന്നേ പറഞ്ഞല്ലോ എക്സ്ട്രാ 2 അച്ച് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ദാ നന്നായിട്ടൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ആ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ മാറി, ആ ബബിളൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എള്ള് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാ ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചട്ടി നന്നായി ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുത്ത എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എള്ള് ആദ്യം തന്നെ കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അത് കഴുകേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇനി ഇതാ എള്ള് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. കാരണം മൺചട്ടി ആയതുകൊണ്ട് ചൂട് ഒരുപാട് സമയം അതിൽ നിൽക്കും. അപ്പോൾ പിന്നെ ഫ്ലെയിം ഓൺ ആയിരിക്കുകയാണെങ്കിൽ ഈ എള്ള് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂട് തന്നെ ഇട്ടിട്ടാണ് എള്ള് ഫുള്ളായിട്ട് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ചൂടാറണം. അത് ചൂടാറിയതിന് ശേഷം ദാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. ആ എള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരണം. ഒരുപാടിട്ട് അരച്ച് കഴിഞ്ഞാൽ അതിലെ എണ്ണ ഇറങ്ങും, എള്ളെണ്ണ ഇറങ്ങി വരും. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര കയ്പ്പായിരിക്കും. ഇപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് കടുകും കൂടി നമുക്ക് പൊടിച്ചെടുക്കണം. കടുക് വറക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ, പച്ചക്കടുകാണ് പൊടിക്കുന്നത്. അതും ഇതാ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും സെറ്റായി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പുളി ഉണ്ടല്ലോ, അത് വറ്റി ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു എള്ളും അതുപോലെ കടുകും, പച്ചക്കടുകും വറുത്ത എള്ളുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കുക. അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിങ്ങിലാണ് കാര്യം. പുളിയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു പൊടികൾ എത്തിച്ചേർന്നിരിക്കണം, എന്നാലേ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഇതാ നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് വറവൊഴിക്കുക എന്നുള്ളതാണ്. അതിനായി ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വറവ് ഒഴിച്ചത് പുളിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക പച്ചടി എന്നാണ്. നിങ്ങളെ പല നാട്ടിൽ പല പേരിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് അറിയപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണിത്. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.